Hi dears, welcome to Mandra Saree Draping Studio. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നെറ്റ് സാരി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം എന്ന് നോക്കാം. നെറ്റ് സാരി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നെറ്റ്. അതുകൊണ്ട് തന്നെ ഹിപ്പിൻ്റെ ഭാഗവും ഫ്രണ്ട് പോർഷനൊക്കെ നന്നായിട്ട് ഹൈഡ് ചെയ്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. നെറ്റ് സാരിയിൽ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ഭംഗി കൊണ്ട് തന്നെ നമ്മളറിയാതെ നെറ്റ് സാരി എടുത്തു പോകും. പക്ഷേ അത് ഉടുക്കുന്ന സമയത്തായിരിക്കും അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. മെയിനായിട്ട് സൈഡ് പോർഷൻ മറിക്കുന്നതിനും ഫ്രണ്ട് പോർഷൻ മറിക്കുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ ട്രിക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് നെറ്റ് സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള നെറ്റ് സാരി. നെറ്റ് സാരി ഉടുക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നമ്മൾ ഇന്നറായിട്ട് യൂസ് ചെയ്യുന്ന അണ്ടർസ്കേർട്ട്, ബ്ലൗസ്, ഇതെല്ലാം നെറ്റ് സാരിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെറ്റ് സാരി യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഷേപ്പ് വെയറുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സാധാരണ കോട്ടൻ്റെ അണ്ടർസ്കേർട്ട് ഒഴിവാക്കിയ ശേഷം ഷേപ്പ് വെയറുകൾ മാർക്കറ്റിൽ ലഭിക്കും. അപ്പോൾ അതുപോലത്തെ ഷേപ്പ് വെയറുകൾ മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഭംഗിയായിട്ട് നീറ്റായിട്ടും സാരിയെ കിട്ടും നമുക്ക്. സാധാരണ നെറ്റ് സാരി വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ കാരണം ഇറക്കവും ഹിപ്പ് സൈസും എല്ലാം എടുത്ത് കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇതുപോലത്തെ നെറ്റ് ടൈപ്പ്. അപ്പോൾ ഇത് ഉടുക്കുമ്പോഴത്തേക്കും ഈ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഉടുത്ത് നോക്കാം. അതുപോലെ തന്നെ കറക്റ്റ് അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യണം. അണ്ടർസ്കേർട്ടിൻ്റെ ചെറിയ കളർ വ്യത്യാസം പോലും നെറ്റ് സാരി ഉടുക്കുമ്പോൾ ബോറായി പോകും. അതുകൊണ്ട് തന്നെ കറക്റ്റ് കളർ അണ്ടർസ്കേർട്ട് തന്നെ യൂസ് ചെയ്യണം. ഞാൻ എപ്പോഴും സാരി ഉടുക്കുമ്പോൾ തുടക്കത്തിൽ പറയുന്ന പോലെ ഒരു കെട്ടിടുക. അതിനുശേഷം സാരി വലതുവശത്ത് നിന്ന് ഉടുത്തു തുടങ്ങുക. അപ്പം നമ്മൾ ഒറ്റ ചുറ്റി വന്നിട്ടുണ്ട്. ഇനി നെറ്റ് സാരി ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അണ്ടർസ്കേർട്ട് സാധാരണ നമ്മൾ ബെല്ലി ബട്ടൻ്റെ ലെവലിലോ ബെല്ലി ബട്ടനെ തൊട്ട് താഴെ വെച്ചിട്ടൊക്കെയാണ് ഡ്രേപ്പ് ചെയ്യുന്നത്. ബെല്ലി ബട്ടൺ ബേസ് ചെയ്തിട്ട് അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ഈ ഇറക്കം കുറച്ചുകൂടെ കൂട്ടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നെറ്റ് സാരിയുടെ ബ്ലൗസിൻ്റെ ഇറക്കം ഈ ഭാഗം കുറച്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സൈഡ് മറഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ബ്ലൗസിന്റെ ഇറക്കം കുറച്ച് കൂട്ടുക. നെറ്റ് സാരി ഉപയോഗിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. നോർമൽ സാരിയിൽ ഇത് വിഷയമില്ല. നെറ്റ് സാരി ഉപയോഗിക്കുമ്പോൾ ബ്ലൗസിന്റെ ഇറക്കം കുറച്ച് കൂട്ടി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സൈഡ് അത്യാവശ്യം മറഞ്ഞിരിക്കും. അതുപോലെ തന്നെ അണ്ടർസ്കേർട്ട് ബെല്ലി ബട്ടൺ ബേസ് തന്നെ യൂസ് ചെയ്യുക. ബ്ലൗസിന്റെ ഇറക്കവും കൂട്ടുക. അപ്പോൾ നമുക്ക് ഈ പോർഷൻ കുറച്ച് മാത്രം ഹൈഡ് ചെയ്താൽ മതി. കാരണം ബ്ലൗസിന്റെ ഇറക്കവും കൂടി ഏകദേശം നമ്മുടെ സ്കേർട്ട് ബെല്ലി ബട്ടൺ ബേസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം മാത്രം നമുക്ക് നെറ്റിൽ ഹൈഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടുത്തെ ബ്ലൗസിന്റെ ഇറക്കവും കൂട്ടുക. ബെല്ലി ബട്ടൺ ബേസ് ചെയ്തിട്ട് തന്നെ സ്കേർട്ടും ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരൊറ്റ റൗണ്ട് ചുറ്റി വച്ചിട്ടുണ്ട്. സാരി ഉടുക്കുമ്പോൾ അപ്പർ പ്ലേറ്റ് ഒരേ വീതിക്ക് തന്നെ എല്ലാ പ്ലീറ്റും എടുക്കാൻ നോക്കണം. കാരണം നമ്മൾ ലാസ്റ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ നന്നായിട്ട് ഹൈഡ് ചെയ്തിരിക്കണമെങ്കിൽ ഇത് ഒരേ വീതിയിൽ തന്നെ എല്ലാ പ്ലീറ്റും എടുക്കാൻ നോക്കണം. നമ്മളിപ്പോൾ എടുത്തു. ഇനി നമ്മൾ താഴെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ മുട്ടിൻ്റെ അതുവരെയോ അല്ലെങ്കിൽ മുട്ടിന് തൊട്ട് താഴെ ആയിട്ടാണ് മുന്താണിയുടെ പോർഷൻ നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത്രയും കിട്ടുന്നത് വരെ ഇതുപോലെ പ്ലേറ്റ് എടുത്ത് അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് പിൻ ചെയ്ത് ഫിക്സ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഷോൾഡറിലിട്ട് തന്നെ പ്ലേറ്റ് എടുക്കാം.
ഇപ്പം ഷോൾഡറിൻ്റെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ നെറ്റ് സാരി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നെറ്റിനകത്ത് പിന്ന് പിടിച്ചിരിക്കണമെന്നില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ കീറിപ്പോവും, അല്ലെങ്കിൽ പിന്നിൻ്റെ ഈ ഭാഗത്തോട്ട് നെറ്റ് സാരിയുടെ ത്രെഡെല്ലാം കയറിയിട്ട് പിന്നെ വലിച്ചെടുക്കുമ്പോൾ അത് കീറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പിന്നിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഒരു മുത്ത് ഇറക്കുക. മുത്ത് ഇറക്കിയ ശേഷം ആ മുത്ത് വച്ചിട്ട് പിന്നെ കോർത്തെടുക്കണം. പിന്നെടുത്ത ശേഷം പിന്നിലൂടെ ഒരു മുത്ത് ഇതുപോലെ ഇറക്കുക. ഇതുപോലെ ഇറക്കിയ ശേഷം നമ്മൾ സാരിയിൽ പിൻ ചെയ്യുക. അപ്പോൾ സാരിയുടെ ഭാഗം കീറി വരത്തില്ല, പിന്നെ അവിടെ ഫിക്സ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നെറ്റ് സാരി, അതുപോലെ തന്നെ മറ്റു കീറിപ്പോകുന്ന ടൈപ്പ്, പെട്ടെന്ന് ഇളകി പോരുന്ന ടൈപ്പ് തുണികൾ, അതിപ്പോൾ ചുരിദാറായിരുന്നാലും ശരി, സാരി ആയിരുന്നാലും ശരി, ധാവണി ആയിരുന്നാലും ശരി, നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ ഒരു മുത്ത് കൊടുത്ത ശേഷം ഡ്രൈപ്പ് ചെയ്ത് ഫിക്സ് ചെയ്യുക. ഈ ഫസ്റ്റ് ബോർഡർ മാറ്റിയിട്ട് നമുക്ക് പിൻ ചെയ്യാം. പിൻ ചെയ്യുന്നതിന് നമുക്ക് പുറകിലും ഒരു പിൻ കൊടുത്തു, ഇവിടെയും ഒരു പിൻ കൊടുത്തു. അടുത്ത് നമുക്ക് അപ്പർ പ്ലേറ്റ് അറേഞ്ച് ചെയ്യാം. അപ്പർ പ്ലേറ്റ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ വൈഡായിട്ട്, കുറച്ച് ഒരു മീഡിയം വീതിയിൽ തന്നെ എല്ലാ പ്ലേറ്റും എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ഭാഗം ഇതുപോലെ തന്നെ മറഞ്ഞു കിട്ടും. ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെറ്റാണ്, നിങ്ങൾക്കിത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഫ്രണ്ട് പോർഷൻ നല്ല അത്യാവശ്യം ഹൈഡായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ പ്ലേറ്റ് എടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് എടുക്കാതെ അത്യാവശ്യം വീതിയിൽ ഓരോ, അതായത് ഇതേ വീതിക്ക് തന്നെ മറ്റുള്ള എല്ലാ പ്ലേറ്റും കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റ് എടുത്ത ശേഷം അടുത്ത് നമുക്ക് സൈഡ് എങ്ങനെ മറയ്ക്കാം എന്ന് നോക്കാം. നമ്മൾ മാക്സിമം ഇതുപോലെ സൈഡ്, അതായത് നെറ്റ് സാരി ഉടുക്കുമ്പോൾ സൈഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്നേ ഞൊറിവെടുത്ത് വരിക. ഇവിടെ നിന്ന്, അതായത് മോൾ പോർഷനിൽ നിന്നേ ഞൊറിവെടുത്ത് വരികയാണെങ്കിൽ നമുക്ക് നെറ്റ് സാരി കുറച്ച് വയറ് നന്നായിട്ട് മറഞ്ഞിരിക്കും. അതായത് നമ്മൾ സാധാരണ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ നെറ്റ് സാരിയുടെ പ്ലീറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ആയിരിക്കും. ഇതുപോലെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നേ ഞൊറിവെടുക്കാം. ബോർഡർ വരുന്ന ടൈപ്പ് നെറ്റ് സാരി ആണെങ്കിൽ നമ്മൾ ഈ പോർഷൻ ബോർഡറിൽ മറയും. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള, ബോർഡറൊന്നും ഇല്ലാത്ത പ്ലെയിൻലെസ് ആയിട്ടുള്ള നെറ്റ് സാരി ആണെങ്കിൽ നമ്മൾ മാക്സിമം ഇവിടെ നിന്നേ ഞൊറിവെടുക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ ഞൊറിവെടുത്ത് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ മുന്നേ പറയും പോലെ പാവാടയുടെ പുറകു വശത്തു നിന്ന് തുണി വലിച്ചിട്ട്, അതായത് മാക്സിമം ഈ സൈഡിൽ നിന്ന് തന്നെ തുണി വലിച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഈ സൈഡ് പ്ലീറ്റിൻ്റെ പിൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഭാഗം അത്യാവശ്യം കവർ ചെയ്ത് കിട്ടും. ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ, ബോർഡർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഭാഗത്ത് ബോർഡർ ഇല്ലാത്ത ഇതുപോലുള്ള ബോർഡർലെസ് ആയിട്ടുള്ള നെറ്റ് ആണെങ്കിൽ ഇതുപോലെ ഇവിടെ നിന്ന് തന്നെ ഒന്ന് ഞൊറിവെടുത്ത് വരാൻ നോക്കുക. ശേഷം നമുക്ക് ലോവർ പ്ലേറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ പ്ലേറ്റ് എടുത്തു. പ്ലേറ്റ് എടുത്ത ശേഷം ലാസ്റ്റ് പ്ലേറ്റ് ഞാൻ എപ്പോഴും പറയും പോലെ വലുതാക്കി എടുക്കുക. വലുതാക്കി എടുത്ത ശേഷം പ്ലേറ്റ് അറേഞ്ച് ചെയ്തിട്ട് മുത്ത് കോർത്ത പിന്ന് കൊടുക്കുക. മുത്ത് കോർത്തിട്ട പിന്ന് നമ്മൾ കൊടുത്ത് ഇപ്പോൾ ടക്കിങ് ചെയ്തു. ബാക്കിയുള്ള പോർഷനും അകത്തേക്ക് ടക്കിങ് ചെയ്തു. ടക്കിങ് ചെയ്ത ശേഷം നമുക്ക് പിൻ ചെയ്യാം. പിൻ ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം പ്ലേറ്റ് അടുക്കേണ്ടത്. നിങ്ങൾക്കിതിൽ കാണാമോ എന്ന് അറിയത്തില്ല.
കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം പ്ലീറ്റ് അറേഞ്ച് ചെയ്തത് ശേഷം ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഒന്നുകിൽ അകത്തുനിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പോർഷൻ മാറ്റിയിട്ട് ഈ ഭാഗത്ത് കൊടുക്കാം. ഇത് വളരെ തിന്നായിട്ടുള്ള പ്ലീറ്റാണ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൂടെ പിൻ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. തിക്ക് മെറ്റീരിയൽ ആണെങ്കിൽ അകത്തുനിന്ന് ഈ പോർഷനിൽ കൊടുക്കാൻ നോക്കുക. ഒന്നുകൂടെ നമുക്ക് അപ്പർ പ്ലീറ്റ് അറേഞ്ച് ചെയ്യാം. അപ്പർ പ്ലീറ്റ് അറേഞ്ച് ചെയ്തത് ടൈറ്റ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഇളക്കിയ ശേഷം നമുക്ക് ഒന്നുകൂടെ ടൈറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് പിൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നെറ്റ് സാരി എങ്ങനെ ഉടുക്കാം എന്നതാണ് ഞാനിവിടെ കാണിച്ചത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഇനി ഇതിലും നിങ്ങൾക്ക് കംഫർട്ട് ആകുന്നില്ല, സൈഡ് കാണാം, പ്ലീറ്റ് ഫ്രണ്ട് പോർഷൻ കാണാം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉടുത്തു നോക്കുക. ഉടുത്തു തോന്നിയിട്ട് നിങ്ങൾ കംഫർട്ട് അല്ലെങ്കിൽ അറിയിക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഞാനത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അറിയിക്കുക. ഈ രീതിയിൽ നിങ്ങൾ നെറ്റ് സാരി ഒന്ന് ഉടുത്ത് നോക്കുക. കംഫർട്ട് ആണെങ്കിൽ അറിയിക്കുക, അല്ലെങ്കിലും അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.